ഒരു ഞായറാഴ്ച എങ്ങോട്ട് പോകണമെന്നറിയില്ല. വീട്ടിലിരുന്ന് ചൊറിയും കുത്തിയിരുന്ന് മടുത്ത് എങ്ങോട്ട് പോകും? അപ്പോഴാണ് വടകര എക്സ്പോ നടക്കുന്നത് അറിയുന്നത്. അപ്പം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ്പോ നടക്കുന്നതിൽ ടിക്കറ്റ് 50 രൂപയാണ്. അപ്പോൾ എക്സ്പോ നടക്കുന്നതിന് മുന്നേ ഉണ്ണിമായ എക്സ്പോയുടെ ആ ഒരു പരസ്യം സ്റ്റാറ്റസാക്കി വെച്ചിരുന്നു. അപ്പം പരസ്യം സ്റ്റാറ്റസാക്കി വെച്ച് കഴിഞ്ഞ് അത് ഒരു 100 പേരിൽ കൂടുതൽ ആളുകൾ ആ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് കൊണ്ടുപോയാൽ നമുക്ക് 2 ടിക്കറ്റ് കിട്ടും. പിന്നെ 5 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ഉണ്ണിമായ ആ സ്റ്റാറ്റസ് വെച്ച് 100 പരം ആളുകൾ അത് കണ്ടു. അവളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഞങ്ങളെ അവിടെ പോയി അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഫ്രീ ആയിട്ട് അകത്ത് കയറാൻ പറ്റി. പിന്നെ കൊച്ചിന് ടിക്കറ്റ് വേണ്ട. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കാഴ്ചകളൊക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മലേൻ്റെ മുകളിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പത വരാൻ വേണ്ടിയിട്ട് സോപ്പും മറ്റും കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീനൊക്കെ വളർത്തുന്നൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത്യാവശ്യം വലിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോയി. അകത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കാണുന്നത് ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ബെഡുണ്ട്, ചെയറുണ്ട്. അപ്പം അതൊരു പരസ്യമാണത്. അത് നല്ല ബെഡാണ്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ പഴയ കാലത്തെ നമ്മളെ മുട്ടായി ഇല്ലേ, പണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായ മുട്ടായി, അതുണ്ടോ ജോക്കര എന്ന് പറയുന്ന മുട്ടായി. ഇതൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ള മുട്ടായാണ്. പിന്നെ പുതിയ തലമുറയ്ക്ക് അറിയുമെന്നറിയില്ല. പിന്നെ പുളിമുട്ടായി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ പുളിയച്ചാറ്, നാരങ്ങ മിഠായി, ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറക്ക് അറിയുമെന്നറിയില്ല. ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന തലമുറയ്ക്ക് ഇതൊന്നും അറിയുമെന്നറിയില്ല. പക്ഷേ പണ്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് രാജാക്കന്മാർ. സിഗരറ്റ് മുട്ടായി, പിന്നെ ആ പോളോൻ്റെ ടേസ്റ്റുള്ളൊരു മുട്ടായാണത്. പിന്നെ അത് കുറേ ക്ലിപ്പും കളിപ്പാട്ടങ്ങളും ഒക്കെ അതിനുള്ളിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ഉത്സവത്തിന് പോയവരുള്ളൊരു ചന്തയും കാര്യങ്ങളൊക്കെ. അപ്പം സച്ചൂട്ടനൊരു തോക്കുമായി കൊടുത്തു, അവൻ ഹാപ്പിയായി. പിന്നെ ഒരുപാട് കത്തികൾ, കറിക്കത്തി, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ സത്യം പറഞ്ഞാൽ ഉത്സവത്തിന് പോയൊരു ചന്തയില്ലേ, ആ ചന്തയിൽ ഉള്ളിൽ കയറിയ ഒരവസ്ഥയാണ്. ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട, അതിന് മാത്രമൊന്നും കാണാനില്ല. പിന്നെ കുട്ടികൾ കളിക്കുന്ന കുറേ റൈഡുകളുണ്ട്. കുട്ടികൾക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സന്തോഷമാവും. ചെറിയ മക്കൾക്ക്, ഒരു 5 വയസ്സ് 10 വയസ്സിൻ്റെ ഉള്ളിലുള്ള മക്കൾക്ക് സന്തോഷമാവും അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന റൈഡിനൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കണേ. നമ്മൾ നേരത്തെ പുറത്തുനിന്ന് എടുക്കുന്ന 50 രൂപയുടെ ടിക്കറ്റ് അത് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് മാത്രമാണ്. അപ്പം ഓരോ റൈഡിനും 50 രൂപ വെച്ചിട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാ റൈഡിലൊന്നും ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ സച്ചൂട്ടന് കയറാൻ പറ്റിയ ചെറിയ ഇതിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുള്ളൂ. ഈ കാണുന്ന ആകാശത്തുള്ളൊന്നും എനിക്ക് കയറി നോക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഉണ്ണിമാനെ കുറേ വിളിച്ചു, അവൾ വന്നില്ല. പിന്നെ ഒറ്റയ്ക്ക് കയറാനുള്ളൊരു മടി കൊണ്ട് ഞാൻ കയറിയില്ല. അപ്പം സച്ചു വേറൊരു ഊരിക്കളിക്കുന്ന ഒരു ഇതിൽ കയറി. അതിൻ്റെ വില ഇപ്പോൾ 50 രൂപയാണ്. അപ്പോൾ അതിൽ നിന്നും അവൻ കുറേ കളിച്ചു. ചെറിയ മക്കൾക്കുള്ളതാണ്, ഒരു 4 വയസ്സ് 5 വയസ്സ്. അങ്ങനെ ഞാൻ സച്ചൂടിൻ്റെ കളിയും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ണിമായ എന്തോ ഒരു സാധനം കഴിച്ചുകൊണ്ടിരുന്നുണ്ടേ. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾക്കതിൻ്റെ പേരറിയില്ല. അവിടെ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞു. ഞാനതൊന്ന് വായിൽ വെച്ച് നോക്കി. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു മധുരവും ഉപ്പും പുളിയും ചേർന്ന് എന്തെല്ലാം ഒരു ടേസ്റ്റ്. പിന്നെ ഈ കാണുന്ന റൈഡിൽ എനിക്കൊന്ന് കയറുന്നുണ്ടായിരുന്നേ, ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനൊരിക്കൽ ഞാൻ വീഗാലാൻഡ് പോയപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമാണ്. തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പോകും എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും കേട്ടോ. ഇതിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ ഒരാൾ അവിടെ നിന്നിട്ട് കറങ്ങി വരുന്നുണ്ടോ നിങ്ങൾ? അവൻ അപ്പുറം എവിടെ നിന്നു, അവൻ കറങ്ങി വരുന്നത്, അതാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. പിന്നെ ഈ റൈഡ് ഞാൻ കുറേ നേരം നോക്കിയിരുന്ന് അതിനകത്ത് കയറുന്ന ആൾക്കാരുടെ മുഖത്തുള്ള ഭാവ വ്യത്യാസങ്ങൾ ഞാനിങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ചെറിയ ബോട്ടുണ്ട്, ചെറിയ മക്കൾക്ക് കളിക്കാൻ പറ്റിയ. അതിൽ കയറണമെന്ന് പറഞ്ഞത് അച്ചു. അങ്ങനെ അതിനും 50 രൂപയാണ് അവർ കണക്കാക്കുന്നത്. പിന്നെ അവിടെ നമ്മളെ ബോൾ എറിഞ്ഞിട്ട് ഗ്ലാസ് വീഴ്ത്തുന്ന അങ്ങനത്തെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി.
പിന്നെ അവിടെ നിന്ന് നമ്മൾ പുളിമുട്ടായി വാങ്ങി. അത് ഓരോന്ന് വെച്ച് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ പണ്ട് നമ്മൾ സ്കൂളിൽ വെച്ച് കഴിക്കുന്ന ടേസ്റ്റൊന്നും എനിക്കതിൽ തോന്നിയില്ല. ജസ്റ്റ് ഒരു കാട്ടിക്കൂട്ടൽ പോലെ എനിക്ക് തോന്നിയുള്ളൂ. വലിയ ടേസ്റ്റൊന്നുമില്ല. പണ്ട് നമ്മൾ സ്കൂളൊക്കെ വെച്ചിട്ട് വാങ്ങി കഴിക്കുന്ന സാധനം അടിപൊളി ടേസ്റ്റിലായിരുന്നു. പക്ഷേ ഇതൊരു കാട്ടിക്കൂട്ടൽ പോലെ എനിക്ക് തോന്നി. വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ വലിയ ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞൊന്നും വിചാരിച്ച് പോകണ്ട കേട്ടോ. ചെറിയ മക്കളെയും കൊണ്ട് പോവുക. മക്കൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു വീട്ടിലേക്ക് തിരിക്കുക കേട്ടോ. അപ്പം ടാറ്റാ ബൈ ബൈ.